തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ചതോടുകൂടി കണ്ണൂർ ജില്ലയിൽ 10 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടെ ജയിച്ചു വന്നിട്ടുള്ളത്. നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയാവുമ്പോഴേക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിയാതെ 6 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2 മലപ്പട്ടത്തും 2 കണ്ണപുരത്തും 2 വാർഡുകൾ ആന്തൂരിലുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിധത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മലപ്പട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ അടുത്തിടെയാണല്ലോ അവിടെ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ തന്നെ ഫോട്ടോയും കോൺഗ്രസിന്റെ കൊടിയൊക്കെ വെച്ച ഒരു സാധനം മഹാത്മാഗാന്ധിയുടെ സ്തൂപമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളമാകെ ഗാന്ധി സ്തൂപം തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി. മലപ്പട്ടം ഇതാ പിടിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യാജന്മാര് കണ്ണൂരിലും മലപ്പട്ടത്തും ഇറങ്ങിയല്ലോ. എന്നിട്ട് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ട് എന്തേ മലപ്പട്ടത്ത് നോമിനേഷൻ കൊടുക്കാൻ ആളെ കിട്ടാതെ പോയി? വലിയ വെല്ലുവിളിയായിരുന്നല്ലോ മലപ്പട്ടത്ത് നടത്തിയത്. എന്തേ അവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി 2 പേരെ കിട്ടാതെ പോയത്? വെല്ലുവിളി നടത്തി പോയ പോക്കിന് അങ്ങോട്ടേക്ക് പോയാൽ മതിയോ? നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആളെ നിശ്ചയിക്കണ്ടേ? എന്തേ കൊടുക്കാൻ കഴിയാതെ പോയത്? വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല. വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ടും കാര്യമില്ല. നോമിനേഷൻ കൊടുക്കാൻ ആളെ കണ്ടെത്തണം, പ്രപ്പോസ് ചെയ്യാനും ആളെ കണ്ടെത്തണം. ആളെ കണ്ടെത്തേണ്ട ചുമതല സിപിഐഎമ്മിനല്ല, പ്രപ്പോസ് ചെയ്യാൻ. പക്ഷേ പത്തനംതിട്ട ആള് വന്നാൽ ശരിയാവില്ല. പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അതാത് വാർഡിൽ നിന്നുള്ള ആളുകൾ തന്നെ പ്രപ്പോസ് ചെയ്യണം. ആ വാർഡിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്തനംതിട്ട ആർക്കും വന്നിട്ട് മത്സരിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ വെറുതെ വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ദൗർബല്യം, കോൺഗ്രസ് നിങ്ങളുടെ ദൗർബല്യം, നിങ്ങളുടെ കഴിവില്ലായ്മ മറ്റുള്ളവരുടെ മേലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ പണിചാരിയിട്ട് കാര്യമില്ല. കണ്ണപുരത്തും 2 പേരുടെ നോമിനേഷൻ നിങ്ങൾ കൊടുത്തില്ലല്ലോ. ആന്തൂരിൽ എപ്പോ നോക്കിയാലും വലിയ പ്രചരണമാണ്. എന്താ പ്രചരണം? ആന്തൂരിൽ നോമിനേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി ആളുകളെ പറഞ്ഞേക്കുകയാണ്. നിങ്ങൾ തന്നെ കൊടുത്തു, തട്ടിക്കൊണ്ടുപോയി. നിങ്ങളെല്ലാരും വാർത്ത കൊടുത്തില്ലേ? ആരും തട്ടിക്കൊണ്ടുപോയി? തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പറഞ്ഞയാള് നിങ്ങളുടെ മുമ്പിലൂടെ നേരെ പോയിട്ട് റിട്ടേണിംഗ് ഓഫീസർ അടുത്ത് നോമിനേഷൻ പിൻവലിക്കാനുള്ള ഫോറം കൊടുത്ത് ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് തന്നെ അവര് സംസാരിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് DCCയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ആന്തൂരിൽ തട്ടിക്കൊണ്ടുപോയി. അത് കേട്ടിട്ട് പോലീസുകാര് ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളെ വീട്ടിൽ പോയി നോക്കുകയാണ്. വീട്ടിലാളുണ്ട്. അയാള് പോലീസിനോട് നേരിട്ട് പറയാം, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ല, ഞാൻ സ്വമേധയാ മത്സരിക്കേണ്ട എന്ന് വെച്ചു, അതുകൊണ്ട് പിൻവലിച്ചു. അതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം?
നോക്ക്, എന്തിനാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആളെ കിട്ടാത്തതിന് CPIM-നെ എന്തിനാണ് നിങ്ങൾ CPIM-ന്റെ മേലെ എന്തിനാണ് പണിയാറുന്നത്? നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട പണി CPIM-നില്ല. നിങ്ങൾ കാണില്ലെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല. പക്ഷെ നിങ്ങൾ കാണില്ലാത്തതിന്റെ ദൗർബല്യം നിങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലെ ഇട്ട്, ഞങ്ങൾ വലിയ കേവന്മാരാണ്, പക്ഷേ CPIM-ന്റെ ആളുകളൊന്നും മീശ പിരിച്ചു കളഞ്ഞു, ഇപ്പുറത്ത് വേറെ ചില ആളുകൾ ചേർന്നിട്ട് കണ്ണു പിടിച്ചു കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചുപോയി, പേടിച്ചുകൊണ്ട് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തില്ല. എന്തൊരു അപമാനകരമായ ഡിഫൻസാണ് എന്റെ DCC പ്രസിഡന്റ്. ഇങ്ങനെ അപമാനകരമായി പറയാൻ പാടുണ്ടോ? ഇതേ നിങ്ങളല്ലേ 2 മാസം വന്നിട്ട് മുമ്പേ മലപ്പട്ടത്ത് വന്നിട്ട് വിറപ്പിച്ചു പോയത്? ഞങ്ങൾ മലപ്പട്ടമാ പിടിച്ചു കളയുമെന്ന് പറഞ്ഞ് പോയവര് നിങ്ങളല്ലേ? ഒരു ഭാഗത്ത് പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കുക, മറുഭാഗത്ത് ഇരവാദം. ഈ രണ്ടും നടക്കും. ഒന്നുകിൽ നിങ്ങൾ മലപ്പട്ടം പിടിക്കാൻ വേണ്ടി പോവാണെന്ന് ശക്തമായിട്ട് പറയുക, ആന്തൂര് പിടിക്കാൻ വേണ്ടി പോവാണെന്ന് ശക്തമായിട്ട് പറയുക, അല്ലെങ്കിൽ ഇരവാദമായിട്ട് നടക്കുക. തരാതരം ഓരോന്നും പറയരുത് എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുക. 6 എണ്ണം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എല്ലായിടത്തും ആളെ നോക്കി, ആളെ കിട്ടിയിട്ടില്ല. അപ്പൊ അവസാനം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, ആന്തൂരിലൊക്കെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് CPM ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കഴിയാത്തത് എന്നാണല്ലോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആൾ ഒരുപാട് കിട്ടുന്നതാണെങ്കിൽ ഒരു വീട്ടിലെ 5 പേരെ നിങ്ങൾ എന്തിനാ മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ആന്തൂരില് 5 വാർഡുകളില് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ ഒരു വീട്ടിലെ ആളുകളാണ്. ഒരു വീട്ടിലെ 5 പേർ വിവിധ വാർഡുകളിൽ മത്സരിക്കുക. മുനിസിപ്പാലിറ്റിയിലെ ഏത് മേഖലയിലുള്ള ആളുകൾക്കും വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥിയാവാം. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്, അവിടെ പ്രപ്പോസ് ചെയ്യാൻ ആ വാർഡിലെ ആളെ തന്നെ കിട്ടണം. അപ്പൊ വാർഡിലെ ആളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മറ്റ് സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടിലെ 5 പേര് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോലും ആളെ കിട്ടാത്തത് കൊണ്ട് ആന്തൂരിൽ 2 നോമിനേഷൻ കൊടുത്തില്ല. ഇതല്ലേ യാഥാർത്ഥ്യം? ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ക്ഷണിക്കുകയാണ്, നിങ്ങളുടെ കൂടെ ഞാനും വരാം. നിങ്ങൾ ഈ പറയുന്ന വീടുകളിൽ ഒന്ന് പോകണം, നിങ്ങളോടൊപ്പം ഞാനും വരാം. നിങ്ങൾ വേണമെങ്കിൽ DCC പ്രസിഡന്റിനെ കൂട്ടിക്കും. ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പിൻവലിച്ചു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഞാനും വരാം. എന്നിട്ട് അവരോട് DCC പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് ചോദിക്കുക, ആരെങ്കിലും താങ്കളെ ഭീഷണിപ്പെടുത്തിയോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അപ്പോഴെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ പെരുന്നൊണ പ്രചരിപ്പിച്ച് സ്വന്തം മുഖം വികൃതമായതിന്റെ പേരിൽ മുന്നിലുള്ള കണ്ണാടി തല്ലി പൊളിച്ചിട്ട് കാര്യമില്ല. മുഖം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറയാം. 4 എണ്ണം തള്ളി. വളരെ രസകര തള്ളിയതിന്റെ കാരണം, കണ്ണപുരത്ത് UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി ഈ സത്യപ്രതിജ്ഞ ചെയ്യണമല്ലോ, ഓത്തെടുക്കണമല്ലോ, ആ ഓത്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അറിയോ അത്? നിങ്ങൾ ആരും കൊടുത്തു ആ വാർത്ത? കണ്ണപുരത്ത് UDF-ന്റെ സ്ഥാനാർത്ഥി ഓത്ത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയാണ്. സ്ഥാനാർത്ഥി നേരിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോയില്ല. ആ ഘട്ടത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, ഓത്ത് എടുക്കാതെ നോമിനേഷൻ വാലിഡ് ആവൂല. അപ്പൊ പറഞ്ഞു, റിട്ടേണിംഗ് ഓഫീസർ അടുത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞു, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ സ്ക്രൂട്ടിനി സമയമാകുമ്പോൾ കൊണ്ടുവരാം. സ്ക്രൂട്ടിനി സമയത്തിന് മുമ്പ് കൊണ്ടുവന്നില്ല. സ്ക്രൂട്ടിനി ദിവസവും സ്ഥാനാർത്ഥി എത്തിയില്ല. പക്ഷെ വാട്സാപ്പ് മെസ്സേജ് എത്തി. ആ വാട്സാപ്പ് മെസ്സേജാണ് റിട്ടേണിംഗ് ഓഫീസർ കാണിച്ചു കൊടുക്കുന്നത്. വാട്സാപ്പിൽ ഇങ്ങനെ ഓത്തെടുക്കുന്ന മെസ്സേജാണ് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോമിനേഷൻ
നേരിട്ട് തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ, വ്യവസ്ഥയില്ല. പ്രപ്പോസർക്ക് നോമിനേഷൻ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയായ ആൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഓത്തെടുക്കണം, സത്യപ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ഓത്തെടുത്ത് അത് സർട്ടിഫൈ ചെയ്ത് എന്നിട്ട് ആ ഓത്തിന്റെ അടിയിൽ ഒപ്പുവെച്ച് ടെക്സ്റ്റ് അതിന്റെ പ്രിന്റിൽ ഒപ്പുവെച്ച് ആ സർട്ടിഫൈ ചെയ്ത കോപ്പി അടക്കമാണ് നോമിനേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ വാട്സാപ്പിൽ ഓത്തെടുത്തിട്ട് അയച്ചു കൊടുത്താൽ ഓത്താവില്ല. ഇതിനൊക്കെ വ്യവസ്ഥയുണ്ടല്ലോ, ചട്ടമുണ്ടല്ലോ. അതിന്റെ പേരിൽ കണ്ണപുരത്ത് UDF സ്ഥാനാർത്ഥി തള്ളിപ്പോയി. അതിന്റെ പഴി ഞങ്ങൾക്കാണ്. മലപ്പട്ടത്ത് സംഭവിച്ചെന്താ? അതാണല്ലോ നിങ്ങളിപ്പോ വലിയ സംഭവമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ ഒപ്പിടുമ്പോൾ ആ നോമിനേഷൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഞാൻ വെരിഫൈ ചെയ്തിട്ട് പറയുന്നു. ഞാൻ ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് ഉറപ്പുവരുത്തി പറയും. ഒരു സ്ഥാനാർത്ഥി നോമിനേഷനിൽ ഒപ്പിടുമ്പോൾ 4 ഒപ്പുകേണ്ടത് അല്ലേ? 4 ഈ ഓത്ത് ഉൾപ്പെടെ, അഫിഡവിറ്റ് ഉൾപ്പെടെ, നോമിനേഷൻ പേപ്പർ ഉൾപ്പെടെ 4 ഒപ്പുവെക്കുന്നത്. ആ 4 ഒപ്പും വ്യത്യസ്ത ഒപ്പാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ശരിയായ ഒപ്പിടുന്ന സമയത്ത് വ്യത്യസ്തമായി പോയില്ല. എന്നാൽ വേറൊരാള് കള്ളയൊപ്പിടുന്ന സമയത്ത് ആദ്യം ഇട്ട കള്ളയൊപ്പ് പിന്നെ അതേ കള്ളയൊപ്പിടാൻ പറ്റൂല, മാറ്റം ഉണ്ടാവും. പിന്നെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിലും മാറ്റം ഉണ്ടാവും. അതിനുശേഷം ഒപ്പിട്ടാൽ അവിടെയും മാറ്റം ഉണ്ടാവും. അപ്പൊ കള്ളയൊപ്പ്, വ്യാജ ഒപ്പിട്ടിട്ടാണ് നോമിനേഷൻ കൊടുത്തതെന്ന് വേറെ തെളിവ് ആവശ്യമുണ്ടോ? ഈ 4 സ്ഥലത്ത് 4 വ്യത്യസ്ത ഒപ്പ് കണ്ടുകൊണ്ടാണ് LDF പ്രവർത്തകർ ഇതെന്ത് കഥയാണ്, ഇങ്ങനെ ഇത് വ്യാജ ഒപ്പാണെന്നുള്ള പ്രശ്നം തന്നെ ഉന്നയിക്കുന്നത്. അല്ലാതെ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് LDF പ്രവർത്തകർ എവിടുന്ന് കാണാനാ? അങ്ങനെയാണ്. അപ്പൊ ഉടനെ തന്നെ UDF പ്രവർത്തകർ പറയാണ് സ്ഥാനാർത്ഥിയെ നേരിട്ട് ഹാജരാക്കാം, എന്നിട്ട് നേരിട്ട് വന്നിട്ട് ഒപ്പിടാം. നേരിട്ട് വന്ന് ഒപ്പിട്ട സമയത്ത് ഇതിൽ കാണുന്ന 4 ഒപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വേറൊപ്പ്. എന്നാൽ 4ൽ ഏതെങ്കിലും ഒന്നിനോട് മേച്ചാവണ്ടേ? ഒന്നിനോടും മേച്ചായില്ല. ഒന്നിനോടും മേച്ചാവാതെ വ്യത്യസ്ത. എന്താ കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പോ നമ്മുടെ DCCയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, അത് ചിലപ്പോൾ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് ഒരാളുടെ ഒപ്പ് 10 പോലെയായി പോകും, 10 തരം ഒപ്പായി പോകും. ശരിയാ, നമ്മുടെ നാട്ടില് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാം വലിയ അഭ്യസ്ത വിദ്യരൊന്നും അല്ലല്ലോ. ചിലപ്പോ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ ഒപ്പിടുന്ന സമയത്ത് അങ്ങനെയൊക്കെ തെറ്റ് പറ്റിയേക്കാം. പക്ഷെ ഇത് BCom ബിരുദമുള്ള ഒരാളുടെ ഒപ്പാണല്ലോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, BCom ബിരുദമുള്ള ഒരാളുടെ ഒപ്പ് 4 ഒപ്പായി മാറും. എന്നാ പിന്നെ 4 ഒപ്പ് ഇവരുടെ തന്നെയാണ് സമ്മതിക്കുക. എന്നാ പിന്നെ 5ാമത് ഒപ്പിടുന്ന സമയത്ത് അതിന് ഏതെങ്കിലും ഒരു ഒപ്പുമായിട്ട് താരതമ്യം വേണ്ടേ? നിങ്ങൾ വാട്സപ്പിൽ ഓത്ത് അയച്ചു കൊടുക്കുന്നത് പോലെ ആരെ കൊണ്ടെങ്കിലും നോമിനേഷൻ ഫില്ലപ്പ് ചെയ്ത് ആരെ കൊണ്ടെങ്കിലും ഒപ്പ് ഇടിപ്പിച്ചിട്ട് നോമിനേഷൻ കൊടുക്കുന്ന പോലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താല് നോമിനേഷൻ വാലിഡ് ആവൂ? അതിന്റെ ഉത്തരവാദി CPM ആവൂ? നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രവർത്തകരെ. അതിനുള്ള പരിശീലനം നൽകുക. അതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യം ഞങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് സ്വയം കൊച്ചാവരുത് എന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3ാമത്തെ പ്രശ്നം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയ ആള് നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ തളിപ്പറമ്പ് പോലീസ് അവരുടെ വീട്ടിൽ പോയി. എന്തിനാണ് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ മലപ്പട്ടത്ത് തന്നെ സംഭവിച്ച വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് വളരെ രസകരമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പട്ടത്ത് ഒരാൾ ജയിച്ചല്ലോ. ആകെ ഒരാളാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി ജയിച്ചത്. ജയിച്ചയാള് 2 നോമിനേഷൻ കൊടുത്തു, 2 വാർഡുകളിലായിട്ട്. ഒരെണ്ണം തള്ളിപ്പോയി. അതെന്താ നിങ്ങൾ വാർത്തയാക്കാതിരുന്നേ? തള്ളിപ്പോയി എന്തുകൊണ്ടെന്ന് അറിയാം. വനിതാ സംവരണമുള്ള വാർഡിൽ കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുത്തു. ഇത് KK രാജേഷ് വെറുതെ പറയുന്നല്ല. ഇങ്ങനെയാണ് DCC പ്രസിഡന്റ് അങ്ങയുടെ പാർട്ടിക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വനിതാ സംവരണമുള്ള വാർഡിൽ
നിങ്ങളുടെ നിലവിലുള്ള വാർഡ് മെമ്പർ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തിട്ട് തള്ളിപ്പോയതിന്റെ ഉത്തരവാദിത്തം അതും CPM-നാണോ? നിങ്ങൾ പറയും. അപ്പൊ ഇങ്ങനെ വ്യാജ പ്രചരണം, നുണപ്രചരണം ദയവായി നടത്താതിരിക്കുക. നിങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ആന്തൂരിലും മോറാഴയിലും അതുപോലെ മലപ്പെട്ടതും ഒക്കെ നിങ്ങൾ കാണാൻ കിട്ടാത്തതിന്റെ കാരണം മറ്റൊന്നല്ല. ഇതൊക്കെ ചരിത്ര ഭൂമികളാണ്. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ട് അത്യുജ്വലമായ പോരാട്ടം നടത്തിയ, ചെറുത്തുനിൽപ്പ് നടത്തിയ മണ്ണാണ് മൊറാഴിയുടെ മണ്ണ്. ആ മൊറാഴിയുടെ മണ്ണിന്റെ അനുഭവം എന്താ? കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട വീര്യത്തിന്റെ ഊർജം നെഞ്ചേറ്റിയ ജനതയാണ് മൊറാഴയിലെ ജനത. ആ ജനത നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങൾക്ക് നോമിനേഷൻ നൽകാൻ വേണ്ടി ചില വാർഡുകളിൽ ആരുമില്ല. അതിന്റെ ഉത്തരവാദി ഞങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഇതില്ലാതെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വാർഡുകളിൽ ചില സന്ദർഭങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഞങ്ങള് ഓരോ വാർഡിലും 600-700 വോട്ടിൽ ജയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാർഡില് നിങ്ങൾക്ക് 50 വോട്ടിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടോ? ഈ പറഞ്ഞ വാർഡുകളിൽ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കൂ. 50 വോട്ടിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഇടങ്ങളാണ് ഈ ഇടങ്ങൾ എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് വല്ലാതെ നിങ്ങളുടെ ദൗർബല്യം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വരണ്ട. ഞങ്ങൾ ആരും കണ്ണു പിടിക്കാൻ വേണ്ടി വന്നിട്ടുമില്ല. കണ്ണു പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ മലപ്പട്ടത്തോ മൊറാഴയിലോ ഞാനതിലപ്പുറം പറയുന്നില്ല. അത് ഞങ്ങളുടെ രീതിയല്ല, ഞങ്ങൾക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആളുകള് സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തന്നെ പറയുന്നു, രാഷ്ട്രീയമായ ഒരു പ്രചരണം നടക്കണമല്ലോ, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കണമല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് നല്ലത്. അതിനെ ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ നോമിനേഷൻ കൊടുക്കണ്ടേ? അതിന് 4 ആള് വേണ്ടേ? അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അപ്പൊ ഇങ്ങനെ ദയവായി ഇമാതിരി വർത്താനവുമായിട്ട് വരരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, മലപ്പട്ടത്ത് നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഒരു രൂപം നോക്കി. വന്ന് റിട്ടേണിംഗ് ഓഫീസറെ ഞങ്ങൾ പേടിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി. കോൺഗ്രസുകാരെ ഭീഷണിപ്പെടുന്ന മനസ്സിലാക്കുക. ഏത് ഇപ്പൊ അങ്ങനെയാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങളെ കണ്ണു വിഴിച്ചാൽ ഓടിപ്പോകുന്നവരാണ് ഞങ്ങൾ, മീശ ചുരുട്ടിയാൽ വാരി ചുരുട്ടി ഓടുന്നവരാണ് ഞങ്ങൾ, ഒന്ന് നിവർന്നു നിന്നാൽ ഉടനെ തന്നെ പതുങ്ങി ഓടുന്നവരാണ് ഞങ്ങൾ. അതാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്. 2 മാസം മുമ്പ് മലപ്പട്ടത്ത് വന്നിട്ട് നടത്തിയുള്ള പ്രസംഗം അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയണം, കമ്മ്യൂണിസ്റ്റുകാരൊന്ന് കണ്ണുപിടിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകും, പേടിച്ചോടുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ പേടിച്ചോ, പക്ഷെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാര് നിങ്ങളെ പോലെയാണ് എന്ന് നാട്ടിൽ പറയണ്ട. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു റിട്ടേണിംഗ് ഓഫീസർ പേടിച്ചിട്ട് നോമിനേഷൻ പിൻവലിച്ചത് എന്ന് പറഞ്ഞിട്ട്, അത് റിട്ടേണിംഗ് ഓഫീസറല്ലേ പറയേണ്ടത്, ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ലേ പറയേണ്ടത്. DCC പ്രസിഡന്റാണോ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? റിട്ടേണിംഗ് ഓഫീസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്തും അദ്ദേഹം വിളിച്ചു പറയും. അങ്ങനെ ഒരു ഗുണമുണ്ട്, DCC പ്രസിഡന്റോ കോൺഗ്രസോ എന്ത് വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടി, UDF-ന്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി. ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ്, UDF-ന്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഒരു കുഞ്ഞ് അടിക്കുറിപ്പ് എന്ന് ആരോപണം. അപ്പൊ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുബോധം സൃഷ്ടിക്കരുത്, പെരുന്നുണ പ്രചരിപ്പിക്കരുത്. വാസ്തവത്തില് ഈ ഒരു പ്രചരണം തീരെ അവഗണിക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ കണ്ണൂർ ജില്ലക്ക് പുറത്തുനിന്ന് പലരും വിളിക്കുകയാണ്, കണ്ണൂർ എന്താ നടക്കുന്നത്? കണ്ണൂരൊന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളില്ല UDF ചിലയിടങ്ങളിൽ, അതുകൊണ്ട് മത്സരിക്കുന്നില്ല. അതിനെ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി UDF-ഉം കോൺഗ്രസും അവരുടെ ദൗർബല്യം മറച്ചുവെക്കാൻ വേണ്ടി CPM-ന്റെ മേലെ പഴിചാരുന്നു. അത്രമാത്രമേ ഉള്ളൂ. താങ്ക് യു.
വേറെന്താ? എല്ലാം അത് തന്നെയാണ് ഞാൻ തിരിച്ച് നിങ്ങളോട് പറയേണ്ട ഒരു സ്ഥലമല്ലേ സംഗതിയില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മൊറാരിയേക്കാളും പിന്നെ CPM-ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന എത്ര സ്ഥലമുണ്ട് കണ്ണൂർ ജില്ലയിൽ? ഈ 2 സ്ഥലം മാത്രമാണ്. എത്രയുണ്ട്? പ്രശ്നം ചില പോക്കറ്റിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല. സ്ഥാനാർത്ഥി കിട്ടാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല എന്ന് പറയുന്നതല്ലേ മാന്യത? യഥാർത്ഥത്തിൽ അവർ പറയേണ്ടത് എന്താ? ഒരു 10 വർഷം മുമ്പേ മലപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് ആരെയും കിട്ടിയിരുന്നില്ല, ഇപ്പൊ കുറച്ചുകൂടി ആളുകൾ കിട്ടുന്നുണ്ട് എന്നല്ലേ പറയുന്നത്? നിങ്ങൾ മത്സരിച്ചല്ലോ, ഈ സീറ്റിൽ നിങ്ങൾ മത്സരിച്ചില്ലേ? മത്സരിക്കാത്തല്ലോ. നേരത്തെ മത്സരിച്ചപ്പോ നിങ്ങൾ ആ വോട്ടിൽ തന്നെ എടുത്തു നോക്കൂ. 52 വോട്ടും 54 വോട്ടും. ഞങ്ങൾക്ക് 580 600 വോട്ട് കിട്ടുന്ന സ്ഥലത്ത് 52 54 വോട്ടും കിട്ടുന്ന സ്ഥലമാണ് ഈ നിങ്ങൾ ഈ പറയുന്ന സ്ഥലം. അവിടെ ഞങ്ങൾ ഇതില്ലാതെ എണ്ണെടുത്തിട്ട് എന്താ വേണ്ടേ? ഞങ്ങൾ എന്തായാലും ജയിക്കുന്നതാണ്. അവിടെ എന്താ കാര്യം? അപ്പൊ എന്താ പ്രശ്നം? അവിടെ ഈ 50 വോട്ടേ കിട്ടുമെന്ന് മത്സരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ചിന്തിക്കുമ്പോൾ അയാൾക്ക് അറിയാം. അയാൾ പറയും ഈ 50 വോട്ട് കിട്ടാൻ വേണ്ടി ഞാനെന്തിനാ ഒരു മാസം ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരാള് ഇയാളെ പ്രപ്പോസ് ചെയ്തത് എന്തിനാണ്, എന്താ കാര്യം ചിന്തിക്കുന്നുണ്ടാവും. ആളെ കിട്ടുന്നില്ല. അതാ അവസ്ഥ. ഞാനതാ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ. ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വസ്തുത പരിശോധിക്കും. ഇതൊരു ആർഗ്യുമെന്റ് അല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് പച്ച പരമാർത്ഥാണ്, അല്ലാണ്ട് ആർഗ്യുമെന്റ് അല്ല. അതൊന്നും ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ തന്നെ ഇപ്പോ വനിതകളായുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു ഭയങ്കര ഭീഷണിയാണ്. അപ്പൊ വീട്ടിൽ വന്ന് സംസാരിച്ചു. പുരുഷ സ്ഥാനാർത്ഥികൾ പറയുന്നു ഈ സപ്പോർട്ടീവ് ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ കൊണ്ട് ഒപ്പല്ല എന്ന് പറയിച്ച് അവരെ പത്രിക അറിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ വിശ്വസിക്കുന്നു. എല്ലാം അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ തെളിവ് സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഡിഗ്രിക്ക് വേണ്ടി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നവരെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? BCom ബിരുദധാരിയായ ഒരാള് ഇട്ട ഉപ്പ് 5 ഒപ്പാണ്. അയാൾ ഇട്ട ഉപ്പ് തന്നെയാണെങ്കിൽ അങ്ങനെ എപ്പോഴും സംഭവിക്കും. നിങ്ങൾ എന്നോട് പറ. ഒരു BCom ബിരുദധാരിയായ ഒരാള് 5 ഒപ്പിട്ടാൽ 5 ഒപ്പായി പോകും? ആവൂല. അവര് 2 ഒപ്പിട്ടു. ആ 2 ഒപ്പ് കറക്റ്റാ, ഒരേപോലെ. എന്നാ നോമിനേഷനിലുള്ള 4 ഒപ്പുമായിട്ട് ഇതിനൊരു സാമ്യമില്ല. ആ ഭീഷണിയാ. അതിന് നിങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ട്. എന്താ ഭീഷണി? കള്ളയൊപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള CPM പ്രവർത്തകർ കള്ളയൊപ്പാണെന്ന് റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകൻ കള്ളയൊപ്പാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കള്ളയൊപ്പാണെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തല. അതാണല്ലോ നിങ്ങളുടെ നെറേറ്റീവ്. അപ്പൊ നിങ്ങളുടെ നെറേറ്റീവും വസ്തുതയും രണ്ടും രണ്ടാണ്. പരസ്യം അതിനുശേഷം അവർ തന്നെ ഈ സ്കൂട്ടറിൽ നേരിട്ട് ചെല്ലുന്നു. അവർക്ക് അവര് അതിന് മറുപടിയായിട്ട് അവർ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കാൻ പറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാദേശിക വരുന്നതാണ്. അപ്പൊ ഒപ്പിട്ടപ്പോ അതിനടുത്തൊരു സ്ഥിരമായി ഒപ്പിടുന്ന ഒരാളെന്നായിരിക്കുന്നില്ല. അപ്പം അങ്ങനെ വന്നതാണ്. ഞാൻ തന്നെ പറഞ്ഞു എന്റെ ഒപ്പാണെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾ അവരോട് അല്ല, അതിൽ കൂടുതലുണ്ട്. അത് നിങ്ങൾ പറയുന്നത് വളരെ രസകരമായ വാദമാണ്. അത് അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങള് ഈ വിറയല് കൊണ്ട് 5 ഒപ്പായി പോയി എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും ആർഗ്യ ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്നാമത്തെ കാര്യം. എന്നാ പിന്നെ ഒപ്പിലെന്താ അർത്ഥമുള്ളത്? അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ സാങ്കേതികമായി പറഞ്ഞത് മാത്രമല്ല, സാങ്കേതികമല്ല തന്നെ ഞാൻ നിങ്ങളോട് പറയും. ഇപ്പൊ നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ടത് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലാണ് ആണെന്ന് അവർ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു. അല്ല, റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലല്ല. അത് വേറൊരു സ്ഥലത്ത് ഒപ്പിടുമ്പോൾ വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുക്കേണ്ട കാര്യമില്ല. കാരണം സ്വസ്ഥമായി നോമിനേഷൻ പേപ്പർ കയ്യിൽ കിട്ടും, അതിന് ഒപ്പ് വെക്കും. ചിലപ്പോൾ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ
ഒപ്പിടുന്ന സമയത്ത് കുറെ ആളുകളുടെയൊക്കെ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പം കുറച്ചു പോയി എന്ന് കരുതും. റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലിട്ട രണ്ടൊപ്പും ഒരേപോലെയാണ്. അങ്ങനെ സംഭവിക്കുന്നത്. എന്നാ പിന്നെ അപ്പുറല്ലേ പറയല് വരുന്നുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലിട്ട ഒപ്പുകൾ സെയിം ഒപ്പുകളാണ്. എന്നാൽ നോമിനേഷനിലിട്ട ഒപ്പ് വേറെയാണ്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മലപ്പട്ടത്ത് സംഭവിച്ച മറ്റൊരു കഥ. അവിടെയുള്ള വാർഡ് മെമ്പർ ഇവരൊക്കെ കൂടിയല്ലേ ഈ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. അവിടെയുള്ള വാർഡ് മെമ്പർ, നിലവിലെ വാർഡ് മെമ്പർ നോമിനേഷൻ കൊടുത്ത വാർഡ് വനിതാ വാർഡായിരുന്നു. എന്നിട്ട് അയാളുടെ നോമിനേഷൻ തള്ളി. ഇങ്ങനെ കാഷ്വലായിട്ട് ആരെങ്കിലും ഇങ്ങനെ എഴുതി എന്നിട്ട് അതിന്റെ അകത്ത് ആരെങ്കിലും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോമിനേഷൻ സ്വീകരിക്കും. അല്ല അതിന്റെ പ്രശ്നം റിട്ടേണിംഗ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങളിപ്പോ നോമിനേഷൻ, ഇപ്പൊ ഞങ്ങൾ ഒരു നോമിനേഷൻ തള്ളിയല്ലോ. ലീഗിന്റെ ശക്തി കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരു നോമിനേഷൻ തള്ളി. ലീഗുകാർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് റിട്ടേണിംഗ് ഓഫീസറെ അവർ ശക്തമായിട്ട് ബാധിച്ച സമയത്ത് റിട്ടേണിംഗ് ഓഫീസർ അത് സ്വീകരിച്ചു. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറെ ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ശക്തമായിട്ട് ബാധിച്ചത് റിട്ടേണിംഗ് ഓഫീസർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ട്? ഞങ്ങളൊരു നോമിനേഷൻ തള്ളിയല്ലോ. ഞങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് സ്ക്രൂട്ടണിന്റെ സമയത്ത് ഓരോ വിഭാഗവും അവരുടെ വാദം ശക്തമായിട്ട് ഉന്നയിക്കുന്നു. ആ ഉന്നയിക്കുന്ന സമയത്ത് അതിന്റെ മേലെ ജഡ്ജ് ചെയ്യേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസർക്ക് തോന്നി ഈ നോമിനേഷൻ സ്വീകരിക്കാൻ പറ്റില്ല. അതിന് കൃത്യമായ കാരണം റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിലുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വ്യാജ ഒപ്പ്, വ്യത്യസ്ത ഒപ്പ് കാണുമ്പോൾ വ്യാജ ഒപ്പാണല്ലോ. ആ വ്യാജ ഒപ്പ് കണ്ടിട്ട് വ്യാജ ഒപ്പ് സാരമില്ല, കുഴപ്പമില്ല, വ്യാജ ഒപ്പാണെന്ന് സാരമില്ല, സ്വീകരിച്ചോട്ടെ എന്ന്. പിന്നെ ഞങ്ങൾ എന്തിനാ സ്ക്രൂട്ടിനിക്ക് പോകുന്നത്? നിങ്ങൾ നോമിനേഷൻ കൊടുക്കുക കൃത്യമായിട്ട് കൊടുക്കണ്ടേ? ഒരേ നോമിനേഷൻ പേപ്പറിൽ വ്യത്യസ്ത ഒപ്പിടുമ്പോ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കും. നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങൾ കള്ളയൊപ്പ ഇടുന്നുണ്ടെങ്കിൽ ഒരേപോലെ കള്ളയൊപ്പിട്ടാ പോരെ? അല്ലേ? ഈ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കുന്ന ഈ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല, ഹറിബറി പിടിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തതെന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 4 ഒപ്പ് ഒരേപോലെ ഇടണ്ടേ? അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ LDFന്റെ ആർക്കെങ്കിലും മനസ്സിലാവും? വ്യത്യസ്ത ഒപ്പിട്ടതല്ലേ പ്രശ്നം. കഴിഞ്ഞ തവണ നിങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന വാർഡില് മത്സരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വീമ്പളക്കി മത്സരിച്ച വാർഡിലെ വോട്ട് നിലയാന്ന് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു. കേൾക്കണം, മത്സരിക്കാൻ ആളില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ആന്തൂരിൽ കോൺഗ്രസ് ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആന്തൂരിൽ കോൺഗ്രസ് ഉണ്ട്, പക്ഷെ മത്സരിക്കാൻ ആളില്ല. ആ മത്സരിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് അത്ര. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ആളില്ലാത്തത്? മത്സരിക്കുന്ന സ്ഥലത്ത് ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരിക്കുന്ന സ്ഥലത്ത് എനിക്ക് 50 വോട്ട് 40 വോട്ടേ കിട്ടൂ. അപ്പൊ ഞാൻ ചിന്തിക്കുക, എന്തിനാ ഞാൻ വെറുതെ മെനക്കെടുന്നേ? 40 50 വോട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മാസം വീട് കയറി നാട്ടിൽ മുഴുവൻ ബോർഡും വെച്ച് പണവും ചെലവഴിച്ച് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണ്ടേ? അതിന് വേണ്ടെന്ന് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരോ അല്ലെങ്കിൽ അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയോ? അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ മിക്കവാറും എല്ലാ വാർഡുകളിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് മത്സരിച്ചു കോൺഗ്രസ്. മത്സരിക്കാൻ വേണ്ടി ഞങ്ങളും പ്രോത്സാഹിപ്പിച്ചു, മത്സരിക്കട്ടെ. മത്സരിച്ചു. കിട്ടിയ അനുഭവം എന്താ? 60 വോട്ടിൽ കൂടുതൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടിയ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഇതാണ് ആന്തൂര്. പിന്നെ അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഒക്കെ നടക്കുന്നതെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് അനീതിയാവുന്ന എങ്ങനെയാ? അത് പ്രതിപക്ഷ നേതാവ് എപ്പോഴും അങ്ങനെയാണല്ലോ. അദ്ദേഹത്തെ പോലെ കാള പറ്റുമെന്ന് കേട്ട മാത്രമേ കയറെടുക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്ന ആളല്ലല്ലോ. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും അങ്ങനെയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഇവിടെ നേരം ഉണ്ടെങ്കിൽ ആന്തൂരിലൊന്നും വരിക, എന്നിട്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെയും കൂട്ടുക,
എന്നിട്ട് അവരോട് നിങ്ങൾ ചോദിക്കുക ഭീഷണിപ്പെടുത്തിയോ? അപ്പൊ പ്രതിപക്ഷ നേതാവെ അവര് പറയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അതിനെന്താ പറയാ ഞാൻ? അതിനെന്താ പറയാ? ഇങ്ങനെ ബാലിശമാകല്ലേ പ്രതിപക്ഷ നേതാവ്? അങ്ങ് പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ? ബാലിശമായി സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. മീശ വിരിക്കുന്നു, കണ്ണു വിഴിക്കുന്നു. ആരാ കാണിച്ചത്? എന്നിട്ട് വ്യത്യാസമില്ലേ? പിന്നെ ആ പിന്നെ ഇതിലെ വ്യത്യാസം ഉണ്ടായിരുന്നു? രണ്ടൊപ്പല്ലല്ലോ, നാലൊപ്പം നാല് വ്യത്യസ്ത രീതിയില്ല. അതിന് സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഞാൻ വെറുതെ പറയല്ല, സംഭവിച്ചിട്ടുണ്ടാവും. എന്താണ് ഞാൻ പറഞ്ഞത്? സംഭവിച്ചിട്ടുണ്ടാവും. ഓരോ ഒപ്പാണ്, അതായത് അഫിഡവിറ്റിലുള്ള ഒപ്പാണ് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥി ഇട്ടിട്ടുണ്ടാവും. സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വസ്തുത മാത്രമാണ് ഞാൻ പറയുന്നത്. അഫിഡവിറ്റിലുള്ള ഒപ്പ് സ്ഥാനാർത്ഥി നേരിട്ടിട്ടുണ്ടാവും. കാരണം അത് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഇടേണ്ട ഒപ്പാണ്. മനസ്സിലായില്ലേ? മറ്റുള്ള ഒപ്പ് വേറെ ആരും ഇട്ടു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത ഒപ്പ് വന്നത്. ആ സ്ഥാനാർത്ഥി വന്നിട്ട് ഒപ്പ് വെച്ചപ്പോ അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ശരിയായിരിക്കും. ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് ഈ ഒപ്പുകളുമായിട്ട് ഒരു വിധത്തിലും സാമ്യമില്ലാത്ത ഒപ്പ് വന്നു. പക്ഷെ ഒരൊപ്പ് മാത്രമേ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒപ്പുണ്ടാവും. ആസാം പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓത്തിൽ മാത്രമല്ലല്ലോ സ്ഥാനാർത്ഥി ഒപ്പിടുന്നത്, മറ്റുള്ള നാട്ടുകാരല്ലല്ലോ ഒപ്പിടുന്നത്. അപ്പൊ ഇത് ഫില്ലപ്പ് ചെയ്യുന്ന ഏതോ ഒരാള്, ഏതോ ഒരു വിദ്വാൻ നേരെ ഇതൊക്കെ അങ്ങനെയൊക്കെ മതി വിചാരിച്ചിട്ട് കാഷ്വലായിട്ട് അങ്ങ് ഒപ്പിട്ട് പോയി. അതാണ് സംഭവിച്ചത്. നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയണ്ട. നിങ്ങൾ രഹസ്യമായി കോൺഗ്രസ്സുകാരോടൊന്ന് സംസാരിച്ചു അവിടെയുള്ളവരോട്. അപ്പൊ അവരോട് നിങ്ങളോട് സത്യം പറയും. രഹസ്യമായി നിങ്ങൾ സംസാരിച്ചു. അല്ല, അതല്ല സംഭവിച്ചത്. എന്താണെന്ന് നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഈ ഒപ്പ് ഇട്ടെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾ അവരെ നേരിട്ട് പോയിട്ടൊന്ന് കാണണം. അത് അവര് പറയുന്നതല്ലേ. സംഭവം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു വീട്ടിലുള്ള 5 പേര് മത്സരിക്കുന്നു കരുതുക. മത്സരിക്കാം. കാരണം മത്സരിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളെ ബന്ധപ്പെട്ട വാർഡൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആളുകളെ നോക്കുമ്പോൾ ആ പ്രദേശത്താകെ നോക്കുമ്പോൾ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള അച്ഛനും മക്കളും മക്കളും എല്ലാം ചേർന്നിട്ട് മത്സരിക്കുക. 5 പേര്. ആ 5 പേര് മത്സരിക്കുമ്പോ ഈ വാർഡിലുള്ള ആള് പ്രപ്പോസറായിട്ട് വേണം. ആളെ കിട്ടുന്നില്ല. അതിനുള്ള വഴി എന്താ? ഏതാണ്ട് കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ആളുകളുടെ വ്യാജ ഒപ്പിട്ടിട്ട് നേരെ നോമിനേഷൻ കൊടുക്കണം. ഇയാൾക്ക് ഇതറിയില്ല. ഈ പ്രപ്പോസ് ചെയ്യുന്ന ആൾക്ക് ഇത് ഇയാളുടെ ഒപ്പാണെന്ന് ഇയാൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് അറിയില്ല. ഇത് നോമിനേഷനാണ് കൊടുത്തിട്ട് ഇത് അതിന്റെ ഡോക്യുമെന്റ് പുറത്തു വരുന്ന സമയത്താണ് ഇയാള് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരാള് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അയാളെ അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഒപ്പിട്ടില്ല. ഇതല്ലേ സംഭവിക്കുന്നേ. അത് സംഭവിക്കുന്ന ഭീഷണി എന്നാ. നിങ്ങൾ ഈ ആരെങ്കിലും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആള് പറയില്ല എന്റെ ഒപ്പല്ലെന്ന്. അങ്ങനെ എന്റെ ഒപ്പല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീഷണിയാണ്. ഭീഷണിപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാല് അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ പിന്മാറും നിങ്ങൾ. ഏതും ഒരാളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇത് ഏതാ കാലം? ഞാൻ ചോദിക്കട്ടെ, ഒരാളെ ഭീഷണിപ്പെടുത്തിയാല് അയാള് ഞാനാകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എവിടെയും നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം പറഞ്ഞാൽ പഴയ നൂറ്റാണ്ടാ അങ്ങനെ ഭീഷണി. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തിയാൽ അവര് ഭീഷണിക്ക് വിധേയപ്പെടും. ഒരാളും വിധേയപ്പെടൂല. കാലം മാറിപ്പോയി. ഇപ്പോഴും പഴയ നൂറ്റാണ്ടിലാണ് DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത്. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓടുന്ന കാല. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയന്റെയും മീഡിയ വിജിലൻസിന്റെയും കാലല്ലേ. അങ്ങനെ എന്താ സംഭവിച്ചിട്ട് അപ്പൊ തന്നെ അതിന്റെ വീഡിയോ ഇങ്ങനെ കിട്ടൂലേ? എന്തെങ്കിലും എല്ലാം റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഏതാ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? ആര് പറഞ്ഞു? അവര് പറഞ്ഞു.
ആ കോൺഗ്രസ്സുകാർ പറയുന്നല്ലേ. ഇവരാരും പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ മലപ്പട്ടത്തേക്കാൾ ആന്തൂരിനേക്കാൾ CPM-ന് സ്വാധീനമുള്ള എത്ര കേന്ദ്രമുണ്ട് കണ്ണൂർ ജില്ലയിൽ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അവിടെ എല്ലാം മത്സരിക്കുന്നില്ലേ? അപ്പൊ ചിലയിടങ്ങളിൽ ആളുകൾ തീരുമാനം. ഇപ്പൊ കഴിഞ്ഞ തവണ കണ്ണപുരത്ത് ഇതില്ലാണ്ട് ആരും ജയിച്ചില്ല. ഇത്തവണ കണ്ണപുരത്തും ഇതില്ലാണ്ട് കുറെ പേര് ജയിച്ചു. എന്താ കാര്യം? ആളെ കിട്ടുന്നില്ല. അതിനും ഭീഷണി എന്ന നെറേറ്റീവാണ്. എന്താ ഭീഷണി? പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആളുകൾ കിട്ടണമെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ വേണം കേട്ടാ. പ്രതിപക്ഷ നേതാവ് അതിന് പറ്റുന്ന കുറച്ച് ആളെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്ക്. മേലെ ഇങ്ങനെ കുറച്ച് ആളുകളെ വെച്ചിട്ട് വാട്സാപ്പ് റീലും ഇൻസ്റ്റാഗ്രാമും മാത്രമായ രാഷ്ട്രീയ പ്രവർത്തനം ആവില്ല. അതാണെങ്കിൽ നാട്ടില് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ വേണം. CPM-നെ സംബന്ധിച്ചിടത്തോളം എന്താ, നാട്ടുപുറങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ, ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്നത് CPI-ആണ്. നാട്ടിലെ ജനങ്ങൾ അവരുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കെല്ലാം ആശ്രയിക്കുന്നത് CPM-ന്റെ പ്രവർത്തകരെയാണ്. ജനസേവകരായിട്ടാണ് പാർട്ടി പ്രവർത്തകരുള്ളത്. അവരെ നിങ്ങൾക്ക് റീലിൽ കാണാൻ കഴിയില്ല, അവരെ നിങ്ങൾക്ക് കഥകളിലും കവിതകളിലും കാണാൻ കഴിയില്ല. പക്ഷെ അവര് നാട്ടുപുറങ്ങളിൽ സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിലുണ്ട് അവര്. അവിടെ അവര് മത്സരിക്കും. CPM-ന് സ്ഥാനാർത്ഥിനെ കിട്ടാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിന്റെ ആളുകളോട് രഹസ്യമായിട്ട് ചോദിച്ചു നോക്കിയട്ടെ, പലയിടങ്ങളിൽ സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി എത്ര ആളുകളുടെ കാലവര് പിടിച്ചു നോക്കി, എത്ര ആളുകൾ കാണാൻ വേണ്ടി പോയി നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ വാർഡുകളിൽ. അപ്പോ ഇത് അവരുടെ ദൗർബല്യമാണ്. സ്വന്തം ദൗർബല്യം ഞങ്ങളുടെ മേലെ ചാരരുത്. പോരെ? ആ ആ നിങ്ങൾ ഏത് മീഡിയ മാതൃഭൂമി? ഈ മീഡിയ വേണ്ട ആളാണ് നിങ്ങൾ. മാതൃഭൂമിയാന്ന് എനിക്കറിയാം, വെറുതെ ചോദിച്ചാ. ഇതുണ്ട് നിങ്ങള്? അല്ല, നിങ്ങൾ ചെയ്തല്ലേ ഇത് കേട്ടോ. അതായത് മദ്രസ ഉസ്താദുമാർ എത്ര കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഇതേപോലെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ടോ? പാലത്തായിലെ പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം? CPM ജില്ലാ കമ്മിറ്റി അംഗം ഹരീന്ദ്രൻ. ഇത് നിങ്ങൾ കൊടുത്താണ് മീഡിയ വൺ അല്ലെ? യഥാർത്ഥത്തിൽ ഹരീന്ദ്രൻ പ്രസംഗിച്ചെന്താ? ഹരീന്ദ്രൻ പ്രസംഗിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, P. ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ RSSന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് P. ഹരീന്ദ്രൻ. വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് P. ഹരീന്ദ്രൻ. RSS ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അത്ഭുതകരമായി രക്ഷപ്പെട്ടയാണ് ഓരോ സന്ദർഭങ്ങളിൽ. ആ ഹരീന്ദ്രനെ നിങ്ങൾ ദയവേത് വർഗീയവാദിയാക്കരുത്. മീഡിയ വണ്ണിനോട് ഞാൻ പ്രത്യേകമായിട്ട് പറയണം. മീഡിയ വണ്ണിന്റെ വാർത്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണവും കേട്ട് അത് തന്നെയാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വൽക്കരിച്ചുകൊണ്ടിരിക്കുക, മുസ്ലിം ലീഗ് ഇപ്പോ SDPI വൽക്കരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ മുസ്ലിം ലീഗ് എടുത്ത് നടക്കുന്നത്. പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിനെ ഈ മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയം പിടികൂടി കഴിഞ്ഞിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. ഇപ്പൊ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതാണ്. CPM-ന്റെ സെക്രട്ടറി കൺവീനറായിട്ടുള്ള നിങ്ങൾ കേട്ടു.
എന്താ അതിന്റെ അർത്ഥം? SDPI കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായില്ലേ? ഇല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ ഈ പറയുന്നതാണോ അതിൽ പറയുന്നത്? കേട്ട് ഇത് കേൾക്ക്. പാലത്തായിലെ പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാണോ അദ്ദേഹം ചോദിച്ചത്? നിങ്ങളുടെ ഇതിൽ എഴുതി വെച്ചെന്താ? പാലത്തായിലെ കുട്ടി, പാലത്തായിലെ പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെ ചോദിച്ചു അദ്ദേഹം. അല്ല, നിങ്ങൾ അതായത് ഇതിനകത്ത് അതായത് പിന്നെ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദുവാണ്, ഇരയാക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്, ഇത് മാത്രമാണ് SDPIക്കാരന്റെ ചിന്ത എന്നല്ലേ പറഞ്ഞേ? അതായത് ഈ കുട്ടി ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടയാള് ഹിന്ദുവാണ്, മുസ്ലിമാണ്, ഇത് മാത്രമാണ് SDPIക്കാരന്റെ ചിന്ത. SDPIക്കാർ ഈ ഒരു വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ വിമർശിക്കുകയാണ് ഹരീന്ദ്രൻ ചെയ്തത്. ഈ പ്രസംഗത്തിന്റെ ഇതിലിപ്പോ ഈ പ്രസംഗത്തിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വളരെ ക്ലിയർ. അല്ല, ഞാൻ ചോദിക്കുന്നത് പാലത്തായിലെ പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് അതിനകത്തുണ്ടോ? ഇതിലുണ്ടോ? ഈ പറഞ്ഞ കാര്യം ഇതിലുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയും. ഈ ഭാഗം അതിനകത്തുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങൾ നടത്തുന്ന പ്രചരണം, ഈ പ്രചരണം അതിലുണ്ടോ? ഇതുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഇതതിലുണ്ടോ? നിങ്ങൾ ആദ്യം അതിന് പറയും. നിങ്ങൾ പറഞ്ഞത് പാലത്തായിലെ പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാണോ ഹരീന്ദ്രൻ പറഞ്ഞത്? അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം അത് മാത്രമാണ് എന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രശ്നം അത് മാത്രമാണ്, ഞങ്ങളുടെ പ്രശ്നം അതല്ല. ഏതെങ്കിലും ഒരാളുടെ മതമല്ല ഞങ്ങൾ നോക്കുന്നത്. ഏതാ? ഞാൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതില് നമ്മൾ കാണേണ്ടത്, അദ്ദേഹം ചിലപ്പോ പ്രസംഗിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിന്റെ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ ഊന്നൽ എന്താണ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല, ഞാൻ പറയുന്നതല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞു പരാമർശത്തെ എടുത്തിട്ടല്ല നിങ്ങൾ അതിനെ എടുക്കണം. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഈ പ്രസംഗം നിങ്ങൾ മുഴുവൻ കേൾക്കും. ആ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. SDPI ഇത്തരം സംഭവങ്ങളെ വർഗീയമായി ഉപയോഗിക്കുന്നതിനെയാണ് ഹരീന്ദ്രൻ വിമർശിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഞാൻ ഇതിനെ കുറിച്ചാ പറയുന്നത്. അതെ, അതിനെ സംബന്ധിച്ച് ഹരീന്ദ്രൻ വിശദീകരിക്കുമായിരിക്കും. ഹരീന്ദ്രനോട് നിങ്ങൾക്ക് സംസാരിക്കും. അല്ല, അത് ഹരീന്ദ്രൻ വിശദീകരിക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. P. ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവൻ നൽകി പോരാടാൻ തയ്യാറായിട്ടുള്ള CPIന്റെ ഒരു നേതാവാണ്. ഞാൻ പറഞ്ഞു 5 തവണയാണ് RSSകാർ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരു നേതാവ് ഏതെങ്കിലും വിധത്തിൽ വർഗീയ ചിന്ത വെച്ച് ഏതെങ്കിലും ഒരു പരാമർശം നടത്തും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം ചിലപ്പോ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു പരാമർശം വന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരു കാരണവശാലും വർഗീയ ചിന്ത വെച്ച് ഒരു പ്രചരണം നടത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല P. ഹരീന്ദ്രൻ. ദുർവ്യാഖ്യാനം നടത്താൻ വേണ്ടി നിങ്ങൾ ചിലർ തയ്യാറായിട്ടുണ്ടാവും. അത്രമാത്രമേ ഉള്ളൂ. സംഭവിച്ചിരിക്കുന്ന എന്താ? ഇതില് മീഡിയ വൺ നടത്തിയ പ്രചരണം മറ്റൊരു വർഗീയ പ്രചരണം. എന്താ വർഗീയ പ്രചരണം? അതായത് SDPIയുടെ വർഗീയമായി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി SDPI ശ്രമിച്ചതിനെ വിമർശിച്ചപ്പോൾ അത് സഹിക്കാതെ ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് നാട്ടിൽ അവതരിപ്പിച്ച് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മീഡിയ വൺ ശ്രമിച്ചത്. മീഡിയ വണ്ണിന്റെ സ്ഥിര ഏർപ്പാട് അതാണ്. ഇപ്പോ പ്രത്യേകിച്ച് ദാവൂദാണല്ലോ നിങ്ങളുടെ ആത്മീയ ഗുരു. ദാവൂദിന്റെ പരാമർശം നിങ്ങൾ കേട്ടല്ലേ? കേരളത്തിലെ ഗവൺമെന്റ് ജൈവ കൃഷി നടത്തുന്നതും
സ്വാശ്രയത്വം എന്ന് പറയുന്നതൊക്കെ ഹിന്ദുത്വ അജണ്ടയാണ് പോലും. ഇങ്ങനെ പറയുന്ന തനി വർഗീയ ബോധം മാത്രം തലയിലുള്ള ഒരു മനുഷ്യന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനൽ സ്വാഭാവികമായിട്ട് അത്രയും സംഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ സാധാരണ മാധ്യമ പ്രവർത്തകരെ അങ്ങനെ പറയുന്നതല്ല. മാധ്യമ പ്രവർത്തകരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചാനലിനെയാണ് പറയുന്നത്. ഈ ചാനലിന്റെ പൊളിറ്റിക്സ് എന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. ഹരീന്ദ്ര വർഗീയമായിട്ട് ഒരു കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം SDPI ആണ് വിമർശിച്ചത്. SDPIയുടെ രീതികളെയാണ് വിമർശിച്ചത്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് മീഡിയ വൺ ചെയ്തിട്ടുള്ളത്. അത് കേട്ടിട്ടാണ്, അത് മീഡിയ വൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗ് നേതാവിന് വേറൊന്നും പറയാനുണ്ടാവില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി SDPI ആണ് ഇപ്പൊ മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം നിർണ്ണയിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPI ആണ്. മീഡിയ വൺ പറഞ്ഞാൽ പിന്നെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് നേരെ ചാടിക്കയറി CPM-നെതിരായിട്ട് വർഗീയമായിട്ട് അക്രമം നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്.